Dear students, last ക്ലാസ്സിൽ നമ്മൾ ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഡയഗ്രാം കൂടി നോക്കിയിരുന്നു. ഈ പറയുന്ന ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡയഗ്രാം ആയിരുന്നു നോക്കിയത്? നമ്മൾ നോക്കിയ ഡയഗ്രാം ഏതായിരുന്നു? ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, എല്ലാവർക്കും ഇതിന്റെ കൺസെപ്റ്റ്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വെലോസിറ്റി മോഡുലേഷൻ പ്രോസസ് ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. ഒരു ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരു ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, when electrons are entering the Buncher grids എന്ന് പറയുന്നത് ഏതാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ബഞ്ചറിന്റെ ഗ്രിഡ് എന്ന് പറയുന്നത് ആണല്ലോ. ഗ്രിഡ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാവിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വെൻ ഇലക്ട്രോൺസ് എൻറ്റർ ദിസ് ബഞ്ചർ ഗ്രിഡ്സ് their velocity is uniform. ഓക്കെ, എന്തുകൊണ്ട് യൂണിഫോം? യൂണിഫോം ആവാനുള്ള അതായത് എൻറ്റർ ചെയ്യുന്ന സമയത്താണ്. ഇനി ഗ്രിഡ്സിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന കേസ് അല്ല പറയണത്. വെൻ ഇലക്ട്രോൺസ് എൻറ്റർ ദ ബഞ്ചർ ഗ്രിഡ്സിലേക്ക് കയറുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി യൂണിഫോം ആണ്. ആ വെലോസിറ്റിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? സ്മോൾ വി നോട്ട് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2e ക്യാപിറ്റൽ വി നോട്ട് ഡിവൈഡഡ് ബൈ എം, വേർ ക്യാപിറ്റൽ വി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ വി നോട്ട് എന്ന് പറയുന്ന എന്താണ്? ശരിക്കും ഡി സി വോൾട്ടേജ് ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി നമുക്കറിയാം എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, വാല്യൂ എത്രയാണെന്ന് അറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്നും അറിയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂവും അതേപോലെ ഇലക്ട്രോണിന്റെ മാസും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം 2e/m ഇൻ സ്ക്വയർ റൂട്ട്, അത് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 0.593 ഇൻറ്റു 10⁶ എന്ന് പറയുന്നത്. പിന്നെ എന്ത് മാത്രം ഇതിനകത്തൊരു കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അറിയാത്തൊരു വേരിയബിൾ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് വി നോട്ട് എന്ന് പറയുന്നത്. ഇത്രയും എന്തായാലും വെലോസിറ്റി അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സോ ഇലക്ട്രോൺസും ബഞ്ചർ ഗ്രിഡ്സിലേക്ക് കയറുന്ന സമയത്ത് ആ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി യൂണിഫോം ആണ്. ആ യൂണിഫോം വെലോസിറ്റിനെ എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയോ? നോർമലി ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഇലക്ട്രോൺസ് നമ്മുടെ കാത്തോഡ് ലീവ് ചെയ്യുന്നത് 0 വെലോസിറ്റി ആണ്. പിന്നീട് അത് ആക്സലറേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വി നോട്ട് വെലോസിറ്റിയിലേക്ക് ചെന്നെത്തുന്നത് എന്നുള്ളതാണ് അസംഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോവേവ് സിഗ്നൽ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? ഇതിന്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് കൊടുക്കും. ഓക്കെ, ആ മൈക്രോവേവ് സിഗ്നൽ നമ്മൾ ഇതിന്റെ അക്രോസ് ആയിട്ട് കൊടുക്കും. ഈ പറയുന്ന ടു ക്യാവിറ്റി ക്ലൈസ്റ്ററിന്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അക്രോസ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഗ്യാപ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിന്റെ അക്രോസ് എന്ന് പറയുന്നതാണ്? ബഞ്ചർ ഗ്രിഡ്സിന്റെ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഗ്യാപ്പ് വോൾട്ടേജിനെ എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, Vs equal to V1 sin omega t. ഓക്കെ, ഒരു സിനുസോയിഡൽ അല്ലെങ്കിൽ സിനുസോയിഡൽ സിഗ്നൽ, സിനുസോയിഡൽ RF സിഗ്നൽ അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽ ഈ പറയുന്ന ബഞ്ചർ ക്യാവിറ്റി ഗ്രിഡ്സിന് അക്രോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഗ്യാപ്പ് വോൾട്ടേജിന്റെ പാരാമീറ്റർ ആണ് Vs equal to V1 sin omega t എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. Take this as equation number 2, where V1 is the amplitude of the signal and V1 is always much less than V0. ഇനി എന്താണ് V1? എന്താണ് V1 എന്നുള്ളത് നമ്മൾ പറഞ്ഞു, സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇനി എന്താണ് Vs, എന്താണ് V0 എന്നുള്ളത് നമുക്ക് ആ ഫിഗറിൽ പോയി നോക്കാം. ഓക്കെ, എന്താണ് V0 എന്ന് പറയുന്നത്? V0 എന്ന് പറയുന്നത് ഇൻപുട്ടിൽ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? കാത്തോഡിൽ നിന്നും ഈ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ് എന്ത്? V0 എന്ന് പറയുന്നത്. ഇനി എന്താണ് Vs? Vs എന്ന് നേരത്തെ പറഞ്ഞു, ഇതിന് അക്രോസ് ആയിട്ട് ഒരു RF സിഗ്നൽ കൊടുക്കും. ഇതിനെയാണ് നമ്മൾ RF മൈക്രോവേവ് സിഗ്നൽ എന്ന് പറയുന്നത്. ഈ മൈക്രോവേവ് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് അത്, അതിന്റെ കറസ്പോണ്ടിങ്
വേവ് ആണ് സിനുസോയിഡൽ സിഗ്നൽ എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അതിന്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് ആണ് എന്ത് വി എസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗ്യാപ് വോൾട്ടേജ്. ക്ലിയർ ആയോ? ഇത്രയാണ് ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, in order to find the modulated velocity in the Buncher cavity in terms of either entering time or the exit, entering time t0 or the exit time t1, and the gap transit angle theta g, it is necessary to determine the average microwave voltages in the Buncher gap. Okay, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? explain the velocity modulation process of two cavity klystron ആണല്ലോ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? വി നോട്ട് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2e ക്യാപിറ്റൽ വി നോട്ട് ബൈ സ്മോൾ എം. ഓക്കെ, നമുക്ക് ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടു ക്യാവിറ്റി ക്ലൈസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണം? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് വേണ്ടത്? ആവറേജ് മൈക്രോവേവ് വോൾട്ടേജസ് വേണം. അക്രോസ് ഏതിന് അക്രോസ് ആയിട്ടുള്ള മൈക്രോവേവ് വോൾട്ടേജ് വേണം? ബഞ്ചർ ക്യാവിറ്റിക്ക് അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബഞ്ചർ ഗ്യാപ്പിന് അക്രോസ് ആയിട്ടുള്ള എന്തും കൂടി അവൈലബിൾ ആവണം? മൈക്രോവേവ് വോൾട്ടേജസും കൂടെ അവൈലബിൾ ആവണം. എന്തുകൊണ്ട്? സ്മോൾ വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2e v നോട്ട് ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ അക്രോസ് ആയിട്ടുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. സോ ഇനിഷ്യലി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മൈക്രോവേവ് വോൾട്ടേജസ് എത്രയാണ് എന്നുള്ളത്, വി നോട്ട് എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതെല്ലാം നമ്മൾ ടി നോട്ട് ടി വൺ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിന്റെ ടേംസിലാണ് അനലൈസ് ചെയ്യുന്നത്. സോ അത് കാരണം എന്താണ് ടി നോട്ട് അല്ലെങ്കിൽ എന്താണ് ടി വൺ എന്നുള്ളതൊക്കെ നമുക്ക് ഫർദർ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇനിഷ്യലി ദ ആവറേജ് ട്രാൻസിറ്റ് ടൈം ത്രൂ ദ ബഞ്ചർ ഗ്യാപ്പ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ, ബഞ്ചർ ഗ്യാപ്പ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ആ ഡി കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഡി ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആവറേജ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം: ടോ ഈക്വൽ ടു ഡി ബൈ വി നോട്ട്. ഓക്കെ, ടോ ഈക്വൽ ടു ഡി ബൈ വി നോട്ട്. ഞാൻ ആ ഫിഗറിലേക്ക് ഒന്ന് പോവുകയാണ്. സോ ഫിഗർ എടുത്തു. എന്താണ് ഡി? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, ഈ ഒരു ലൈനിന്റെ ഇതാണല്ലോ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ബഞ്ചർ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഈ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഈ പറയുന്ന ബഞ്ചർ ഗ്യാപ്പിൽ കയറി കഴിഞ്ഞാൽ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ആ ഗ്യാപ്പിനകത്തൂടെ സ്മോൾ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഇനിഷ്യലി ടി നോട്ട് എന്ന് പറയുന്ന ടൈമിലാണ് അത് എൻറ്റർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ടി വൺ എന്ന് പറയുന്ന ടൈമിലാണ് അത് എന്ത് ചെയ്യുന്നത്? ആ ഗ്യാപ്പിൽ നിന്നും വെളിയിലേക്ക് പോകുന്നത്. സോ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺസ് ടു റീച്ച് ദ ക്യാവിറ്റിയുടെ നെക്സ്റ്റ് എൻഡിൽ റീച്ച് ചെയ്യാൻ എടുത്ത ടൈം ആണ്. ആ ടൈമിനെ എനിക്ക് ടോ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയാണ്? ഗ്യാപ്പിന് അക്രോസ് ആയിട്ട് സ്മോൾ ഡി ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? യൂണിഫോം വെലോസിറ്റി വി നോട്ട് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആ ടോ എന്ന് പറയുന്ന ആവറേജ് ട്രാൻസിറ്റ് ടൈമിനെ ടി വൺ മൈനസ് ടി നോട്ട് എന്നും കൂടെ എക്സ്പ്രസ് ചെയ്തൂടെ? എന്തുകൊണ്ട് ടി വൺ മൈനസ് ടി നോട്ട്? കാരണം ആ ടൈമിന്റെ ഇൻസ്റ്റന്റേനിയസ് ടൈം ഞാൻ ടി നോട്ട് എന്നും ഇനിഷ്യൽ ടൈം ടി നോട്ട് എന്നും പിന്നെ ഇത് എക്സിറ്റ് ചെയ്യുന്ന ടൈം ടി വൺ എന്നും അസ്യൂം ചെയ്യുവാണെങ്കിൽ എനിക്ക് ടോയിനെ ഇങ്ങനെയും കൂടെ എക്സ്പ്രസ് ചെയ്യുന്നോണ്ട് തെറ്റില്ലല്ലോ. ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി the average gap transit angle can be expressed as once tau എന്ന് പറയുന്ന transit time കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ average gap transit angle, this is the angle, gap transit angle നെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? omega tau, that is theta g equal to omega into tau എന്ന് പറഞ്ഞിട്ട് ആ corresponding transit angle നെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ,
ട്രാൻസിറ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസിറ്റ് ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്പിന്റെ ട്രാൻസിറ്റ് ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ടോയുടെ കൂടെ ഒമേഗ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ഒമേഗ ഇൻറ്റു ടോയുടെ വാല്യൂ എത്രയാണ് ഇവിടെ കിട്ടിയത്? T1 മൈനസ് T0. സോ തേർഡ് ഇക്വേഷനിൽ നിന്നും എടുത്തെഴുതിയാൽ മതി. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് as ഒമേഗ ഇൻറ്റു T1 മൈനസ് T0, which is ഇത് തന്നെയാണല്ലോ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്, which is equivalent to omega into T1 minus T0 എന്ന് പറയുന്നത് എന്താണ്? ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ തന്നെ കിടപ്പുണ്ട്, d by V0 എന്ന് പറയുന്നത്. So finally theta g can be expressed as simplified as omega into d by small v0. Take this as equation number 4. Okay. ഇനി നമ്മൾ മൈക്രോവേവ് സിഗ്നലിന്റെ കേസാണ് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ മൈക്രോവേവ് സിഗ്നൽ എന്ന് പറയുന്നത് സിനുസോയിഡൽ സിഗ്നൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ സിനുസോയിഡ് നമ്മുടെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രത്തിനകത്ത് വരച്ച സെയിം ഫിഗർ. സോ ഈ സിനുസോയിഡൽ സിഗ്നലിന് ഇനിഷ്യലി ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 0 വന്നു, അതെന്ത് ചെയ്തു മാക്സിമം ആയി, ആൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് V1 ആണ്, അതെന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു, ഏറ്റവും മിനിമം വാല്യൂയിലേക്ക് വന്നു. This will be minus V1. അത് പിന്നെ എന്ത് ചെയ്തു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കാം. This is the corresponding signal voltage in the Buncher gap. ഈ ഒരു സിഗ്നൽ വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയണത്, ആപ്പിൾ ഗേറ്റ് ഡയഗ്രത്തിനകത്ത് റിട്ടാർഡിംഗ് ആണോ എന്താ പറയാ ആക്സലറേറ്റിംഗ് ആണോ എന്നുള്ള കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേർ ദിസ് സിഗ്നൽ വോൾട്ടേജിന്റെ വാല്യൂ ആണ് Vs എന്ന് പറയുന്നത്. ഈ മൈക്രോവേവ് സിഗ്നൽ ആണ് Vs ഈക്വൽ ടു V1 സൈൻ ഒമേഗ ടി, വേർ V1 എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മാക്സിമം വോൾട്ടേജ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുക്കുവാണെങ്കിൽ റാൻഡം ഇനിഷ്യലി 0 ടു ഈ ഒരു ഇൻസ്റ്റന്റ് എടുക്കുവാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ 0, അതായത് വിത്ത് റെസ്പെക്ട് ടു T0 എന്ന് പറയുന്ന ടൈമിൽ 0 ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു T1 അത് d ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇതൊരു ബഞ്ചർ ഗ്രിഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആവറേജ് ഈ സിനുസോയിഡൽ സിഗ്നലിന്റെ ആവറേജ് മൈക്രോവേവ് വോൾട്ടേജ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാലോ, Vs ഈക്വൽ ടു 1 tau into integral of T0 to T1 V1 sin omega t dt. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാലോ. ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക, അത് സോൾവ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് Vs. സോ അതിനുശേഷം എന്ത് ചെയ്യണം, Vsന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടേക്ക് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 5. ഞാൻ ഇടയ്ക്കുള്ള സ്റ്റെപ്സ് പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന ഇന്റഗ്രേഷനും അങ്ങോട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ അത് ചെയ്ത് നോക്കി ഈ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി, Vs എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് മൈക്രോവേവ് വോൾട്ടേജ് കിട്ടി. ഓക്കെ, ഏതിന് അക്രോസ് ആയിട്ടുള്ള, ബഞ്ചർ ഗ്യാപ്പിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടി. ഇനി ഫോർത്ത് ഇക്വേഷൻ അത് നമുക്കറിയാം, ഒമേഗ ഇൻറ്റു T1 മൈനസ് T0നെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തു, ഒമേഗ ഇൻറ്റു T1 മൈനസ് T0നെ നമ്മൾ ഒമേഗ ഇൻറ്റു d ബൈ V0 എന്ന് പറഞ്ഞിട്ടാണ് എക്സ്പ്രസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, ഒമേഗ രണ്ടിടത്തുനിന്ന് ഒമേഗ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാലോ. സോ T1 മൈനസ് T0 ഈക്വൽ ടു d ബൈ V0 എന്ന് കിട്ടും. ഇതിന് എന്ത് കിട്ടും, T1 എന്ന് പറയുന്ന പാരാമീറ്റർ കിട്ടും. സോ T1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് d by V0 plus T0. എന്ത് ചെയ്താൽ മതി, ഈ T0നെ RHS സൈഡിൽ കൊണ്ടുപോവുക, ടേക്ക് ദിസ് ആസ് അനദർ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ, അപ്പൊ ഇവിടെ T1ന്റെ വാല്യൂ കിട്ടിയല്ലോ, ഈ T1ന്റെ വാല്യൂ എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫിഫ്ത് ഇക്വേഷനിൽ ഒമേഗ T1നകത്ത് T1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, Vs ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ ടോ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ T0 മൈനസ് കോസ് ഒമേഗ ഇൻറ്റു T1 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, d ബൈ V0 പ്ലസ് T0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കറിയാം കോസ് ഓഫ് ഒമേഗ ഇൻറ്റു d ബൈ V0 പ്ലസ് T0 അതെന്ന് പറയുന്നത് ഏത് ഫോമിലേക്ക് വരും, കോസ് എ പ്ലസ് കോസ് ഓഫ്
എ പ്ലസ് ബി ആ ഒരു ഫോർമാറ്റിലേക്കൊക്കെ അത് വരും. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേം മാത്രം ഇങ്ങോട്ട് എടുക്കുക, അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. Cos of omega of this term can be expressed as cos of omega into first term plus omega into second term. Okay. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തേ, ഒമേഗ ടി നോട്ട് പ്ലസ് ഒമേഗ ഡി പ്ലസ് 2, അതായത് വേറൊന്നും ഇല്ല, ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു, ദേ ഒമേഗ ടി നോട്ട് ഈ ഒരു ടേം ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നു, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ കോസ് of this term minus cos of this term ഇതിന്റെ ഒരു പ്രോപ്പർ റീഅറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു, നമ്മൾ അസ്യൂം ചെയ്യാണ്, ലെറ്റ് us consider ഒമേഗ ടി നോട്ട്, ഇത് ഒമേഗ ടി നോട്ട് ആണ്, പ്ലസ് ഒമേഗ ഡി ബൈ 2 വി നോട്ട്. നമുക്ക് ഇവിടെ വി നോട്ടേ ഉള്ളൂ, നമ്മൾ അതിനകത്ത് എന്ത് കൊടുത്തു, 2 വി നോട്ട് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് again ഒമേഗ ടി നോട്ട് എന്ന് തന്നെ എഴുതാം. വാട്ട് ഈസ് ഒമേഗ ഡി ബൈ വി നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ഡി ബൈ വി നോട്ട് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ഒമേഗ ഡി ബൈ വി നോട്ട് എന്താണ്, തീറ്റ ജി ആണല്ലോ, ഫ്രം ഇക്വേഷൻ 4. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഇക്വേഷൻ 4 അതിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, തീറ്റ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ ഞാൻ ഇവിടെ ഒമേഗ ഡി ബൈ വി നോട്ട് എന്ന് മാത്രമല്ല ഡിനോമിനേറ്ററിൽ എന്ത് കൂടി കൊടുത്തു, ഒരു 2 കൂടി ഇട്ടത് കാരണം എനിക്ക് തീറ്റ ജി ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ എ എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ എന്തെടുത്തു, ഈ ഒരു ടേമിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു, നമ്മള് എ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ഓക്കെ, സോ അതിനകത്ത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അതുപോലെ ഒമേഗ ഡി ബൈ 2 വി നോട്ടിനെ തീറ്റ ജി ബൈ 2 ആണല്ലോ, ഇതിൽ നമുക്ക് കിട്ടുമല്ലോ, ഇതിന്ന് ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒമേഗ ഡി ബൈ 2 വി നോട്ട് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ ജി ബൈ 2. ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ, അല്ലെങ്കിൽ ടേക്ക് ദിസ് ആസ് ബി, അസ്യൂം ഇറ്റ് ആസ് ബി. സോ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഡിനോമിനേറ്ററിൽ നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അതിനെ നമ്മൾ എ എന്നും അതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ബി എന്നുള്ള ഒരു പാരാമീറ്ററിലേക്കും കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മള് എ മൈനസ് ബി ഒന്ന് ചെയ്ത് നോക്കിയേ. എ മൈനസ് ബി ചെയ്ത് നോക്കുമ്പോൾ എ മൈനസ് ബി, എ എന്താണ്, എ ഇസ് ഒമേഗ ടി നോട്ട് പ്ലസ് തീറ്റ ജി ബൈ 2 മൈനസ് ബി ഇസ് തീറ്റ ജി ബൈ 2. രണ്ടും ക്യാൻസൽ ആയി പോയാൽ എന്ത് കിട്ടും, ഒമേഗ ടി നോട്ട്. ഓക്കെ, ഇനി എ പ്ലസ് ബി ഒന്ന് ചെയ്ത് നോക്കിയേ. ഒമേഗ ടി നോട്ട് പ്ലസ് തീറ്റ ജി ബൈ 2 പ്ലസ് തീറ്റ ജി ബൈ 2, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഒമേഗ ടി നോട്ട് പ്ലസ് തീറ്റ ജി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 9ഉം ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 10. ഈ തീറ്റ ജിനെ എനിക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാലോ. എങ്ങനെ മോഡിഫൈ ചെയ്യാം, തീറ്റ ജി ഇസ് ഈക്വൽ ടു ഒമേഗ ഡി ബൈ വി നോട്ട് ഫ്രം ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ നോക്കി, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കിയ ഒമേഗ ടി നോട്ട് അല്ലേ ഇത്, ആ ഒമേഗ ടി നോട്ടിനെ നമുക്ക് ശരിക്കും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ മൈനസ് ബി ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ടേം ഏതായിരുന്നു, ഒമേഗ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ ഡി ബൈ വി നോട്ട് പ്ലസ് ഒമേഗ ടി നോട്ട് അല്ലേ, അത് എവിടെ കിടക്കുന്നത്, ഇക്വേഷൻ നമ്പർ 10 എടുത്തേ, ഒമേഗ ടി നോട്ട് പ്ലസ് ഒമേഗ ഡി ബൈ വി നോട്ട്, അതിനെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഇത് ഏത് ഫോമായി, കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. ഓക്കെ, യൂസിങ് ട്രിഗ്നോമെട്രിക് ഫോർമുല നമുക്കറിയാം കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, 2 സൈൻ എ സൈൻ ബി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാലോ. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 2 സൈൻ എ സൈൻ ബി ഫോമിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് എക്കും ബിക്കും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹെൻസ് നമ്മുടെ വി എസ് എന്ന് പറയുന്ന മൈക്രോവേവ് സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന ഇക്വേഷനെ ഇതിന് പകരം എന്ത് കൊടുത്താൽ മതി, 2 സൈൻ എ സൈൻ ബി. അങ്ങനെയാണെങ്കിൽ അതിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച്മെന്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണെന്ത്, അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെക്കുക. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ചെയ്ത് നോക്കണേ. ഇതിനകത്ത് നമുക്ക് ടോയുടെ വാല്യൂ എന്താണെന്ന് അറിയാം, ടോ ഈക്വൽ ടു ഡി ബൈ വി നോട്ട് എന്ന് പറയുന്നതാണ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ടോയുടെ വാല്യൂ ഇതിൽ നിന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക, ടോയ്ക്ക് പകരം ഡി ബൈ വി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ 2നെ ഞാൻ എടുത്ത് വെളിയിൽ എഴുതി, 2 ഇൻറ്റു വി 1 ഡിവൈഡഡ് ബൈ
d into v d into omega by v naught into ബാക്കിയുള്ള ടേംസ് അങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്തു. ഓക്കെ, what is d omega by v naught എന്ന് പറയുന്നത്? തീറ്റ ജി ആണല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാ ഫ്രം ഇക്വേഷൻ 4. സോ എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിൽ ഞാൻ തീറ്റ ജി എഴുതി ആണല്ലോ. ഇവിടെ എല്ലാം തീറ്റ ജി ബൈ 2ന്റെ ഫോമിൽ കിടക്കുന്നത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഈ ന്യൂമറേറ്ററിൽ കിടന്ന 2നെ എടുത്ത് തീറ്റ ജിയുടെ താഴെയായിട്ട് എഴുതി. അപ്പൊ എങ്ങനെ എഴുതി, v1 by തീറ്റ ജി ബൈ 2 into sin of theta g by 2 into sin of omega t naught plus theta g by 2. ഒന്നുമില്ല, ഈ ടേം എടുത്ത് ഫസ്റ്റ് ചെയ്തിട്ട് ഈ ടേം എടുത്ത് സെക്കൻഡ് എഴുതി, അത്രേ നമ്മൾ ചെയ്തുള്ളൂ. ഓക്കെ, സോ ഈ ഇക്വേഷനെ നമുക്കൊന്ന് ഫർദർ മോഡിഫൈ ചെയ്യാം. vs equal to v1 into sin theta g by 2 divided by theta g by 2 into sin of omega t naught plus theta g by 2. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. Take this as equation number 11. ഇനി എന്തിനാണ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. Where sin theta g by 2 divided by theta g by 2 എന്ന് പറയുന്നത് എനിക്ക് ബീറ്റ ഐ ന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് തീറ്റ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒമേഗ ഡി ബൈ വി നോട്ട് രണ്ടിലും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. Where beta is called as the beam coupling coefficient of input cavity gap. ബീം കപ്ലിംഗ് കോഎഫിഷ്യന്റ് എന്നാണ് എന്ത് പറയുന്നത്, ഈ സൈൻ തീറ്റ ജി ബൈ 2 ബൈ തീറ്റ ജി ബൈ 2 എന്ന് പറയുന്ന പാരാമീറ്റർ ആണ് എന്ത്, ബീം കപ്ലിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ, സോ ഇതാണ് എന്ത്, നമ്മുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഗ്യാപ് ട്രാൻസിറ്റ് ആംഗിൾ തീറ്റ ജി എന്ന് പറയുന്നത് എന്താണ്, ഗ്യാപ് ട്രാൻസിറ്റ് ആംഗിൾ തീറ്റ ജി ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഈ തീറ്റ ജി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീം കപ്ലിംഗ് കോഎഫിഷ്യന്റ് ബീറ്റ ഐ ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? അതായത് ഇപ്പൊ ഈ ബീറ്റ ഐയും തീറ്റ ജിയും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ തീറ്റ ജി കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും, ബീം കപ്ലിംഗ് കോഎഫിഷ്യന്റ് കുറയും. ഓക്കെ, അതേപോലെ തീറ്റ ജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും, ബീറ്റ ഐ കൂടും. Therefore ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തീറ്റ ജി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ബീം കപ്ലിംഗ് കോഎഫിഷ്യന്റ് റെഡ്യൂസ്ഡ് ആവും. ബീം കപ്ലിംഗ് കോഎഫിഷ്യന്റ് റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്രോസ് ആയിട്ടുള്ള വെലോസിറ്റി, ബീമിന്റെ വെലോസിറ്റി മോഡുലേഷനും റെഡ്യൂസ്ഡ് ആവും. ആ വേരിയേഷൻ ഇൻ വെലോസിറ്റി മോഡുലേഷൻ ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ജി, തീറ്റ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ ജി കൂടിക്കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി വേരി ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഫ്രം ഇക്വേഷൻ 11 and 12 നിന്നും എനിക്ക് എന്ത് ചെയ്യാം, ആ രണ്ടാമത്തെ ടേമിനെ സൈൻ ഓഫ് തീറ്റ ജി ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ തീറ്റ ജി ബൈ 2 അതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ബീറ്റ ഐ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാവും, vs equal to v1 into beta I into sin of this term. ഓക്കെ, ഇനി പക്ഷെ നമുക്കറിയാം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വോൾട്ടേജ് ആണ് എന്ത്, ശരിക്കും നമ്മുടെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഇപ്പോഴും എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് വേറെ ഒന്നുമല്ല, അതാ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തെടുത്തത്. വി നോട്ട് എന്ന് പറയുന്ന വാല്യൂ, വി നോട്ട് എന്ന് പറയുന്നത് ശരിക്കും ആ വി എസ് എന്ന് തന്നെ പറയാം. ഈ വി നോട്ടിനെയാണ് നമ്മൾ ഇത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്, ഇത് വി എസ് ആണ്. നമ്മുടെ ബഞ്ചർ ഗ്രിഡ്സ് എടുക്കുവാണെങ്കിൽ ഈ വി നോട്ടിനെ എനിക്ക് വി എസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ശരിക്കും ഈ വി എസ് ആണ് ശരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, കാൽക്കുലേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ വി എസ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ വി നോട്ട് വോൾട്ടേജിൽ ഇത് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് വരും, വി എസ് എന്ന് പറയുന്ന വോൾട്ടേജ്. അത് തന്നെയാണ് ഈ വി ജി എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ്, ഇതെന്ന് പറയുന്ന ഡി സി വോൾട്ടേജ് ആണ്. ഈ വി ജി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ വി എസ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്, കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഡൗട്ട് വേണ്ട, നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്, വി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് മൈക്രോവേവ് സിഗ്നൽ അല്ലെങ്കിൽ ആർക് വോൾട്ടേജ്, സിനുസോയിഡൽ വോൾട്ടേജ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ the exit velocity of the electron from the buncher gap, അതായത് ആ ഇലക്ട്രോൺസ് വി നോട്ട് വെലോസിറ്റിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ t1 ടൈമിൽ ഇറങ്ങുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, ആ ഫിഗർ ഒന്ന് പോയി നോക്കിയിട്ട് വന്നേ. അതിനകത്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ആ ഗ്യാപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വെലോസിറ്റി എന്താണ്, v of t1 അല്ലേ.
സോ അങ്ങനെയാണെങ്കിൽ ഈ വി ഓഫ് ടി വൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. വി ഓഫ് ടി വൺ ഈക്വൽ ടു എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 2e ഇൻറ്റു വി നോട്ട്. ഈ വി നോട്ട് എന്ന് പറയുന്ന ഡി സി വോൾട്ടേജ് പ്ലസ് എന്തും കൂടി ഉണ്ട്, വി എസ്. വി എസ് എന്ന് പറയുന്ന മൈക്രോവേവ് സിഗ്നൽ. ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ കാഥോഡ് നെക്രോസ് ആയിട്ട് കൊടുക്കുന്ന വോൾട്ടേജ് പ്ലസ് വി എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൈക്രോവേവ് സിഗ്നൽ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ കറസ്പോണ്ടിങ് വോൾട്ടേജ് ഹോൾ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ വി എസിന് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 13 ഇക്വേഷൻ 14 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക്? വി ഓഫ് ടി വൺ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ഇ ബൈ എം. ഞാൻ ഇങ്ങ് വെളിയിലെടുത്തു. വി നോട്ടിനെ അങ്ങനെ തന്നെ ഇട്ടു. വി എസിന് എന്ത് കൊടുത്തു? v1 beta I into sin of omega t naught plus theta g by 2. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കിയേ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ്, ചെയ്ത് നോക്കി എന്താ ചെയ്യുക. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? എല്ലാത്തിനും നമ്മൾ വി നോട്ട് ഇങ്ങനെ കോമൺ എടുത്തു. ഈ ഇക്വേഷനകത്ത് നിന്ന് വി നോട്ട് കോമൺ എടുത്തു. വി നോട്ട് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? വെളിയിൽ എഴുതി കഴിഞ്ഞാൽ 1 plus v1 into beta I by v naught വരത്തില്ലേ, into sin of this term, where beta I into v1 by v naught എന്ന് പറയുന്നതാണ് വെലോസിറ്റി മോഡുലേഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഫൈൻഡ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡെപ്ത് ഓഫ് വെലോസിറ്റി മോഡുലേഷൻ given beta I, v1 and v naught. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. where v of ti എന്ന് പറയുന്നതിനെ എനിക്ക് ഈ രീതിയിൽ സെയിം ഇക്വേഷൻ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, സോ സ്പ്ലിറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2e v naught by m. നമ്മൾ ആദ്യം പഠിച്ചതാണ്. സ്മോൾ v naught അല്ലേ, ദിസ് ഇസ് ദ യൂണിഫോം വെലോസിറ്റി. സോ v of t1 എക്സിറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ v naught into സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ടേം. ഓക്കെ, ഇനി ഇതിനകത്തൊരു ചെറിയ മോഡിഫിക്കേഷൻ ആണ്. യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ എനിക്ക് 1 plus x the whole raised to 1 by 2 നെ 1 plus x by 2 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? 1 plus xന്റെ ടേമിൽ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? ഈ ടേം ആണല്ലേ, റേസ് ടു 1 by 2. ഇതേ ഫോർമാറ്റ് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് മാറ്റിയിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ 2 കൂടി ഇട്ട് കൊടുത്താൽ പോരെ. ദാറ്റ് ഇസ് സെയിം ആസ് v of t1 equal to v naught into 1 plus beta I v1 divided by 2 v naught into sine of corresponding value. This is the equation for finding the velocity modulation. Similarly, എനിക്ക് ഒരു ഇക്വേഷനും കൂടെ ഫോം ചെയ്യാം. നമ്മൾ അതിനകത്ത് ഈ പറയുന്ന സൈൻ ഓഫ് ഈ പറയുന്ന ഇത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഈ സൈനകത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സപ്പോസ് അത് ഡിക്രീസിംഗും വരത്തില്ലേ, ആക്സലറേറ്റും ഡീസലറേറ്റും വരത്തില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ സിനുസോയിഡലിന്റെ ഈ വാല്യൂ ട്രാൻസിറ്റ് ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, so hence I can define this velocity modulation as the process in which velocity of electron is varied and controlled, keeping the number of electrons in the beam constant. So അതിനകത്തുള്ള ഇലക്ട്രോൺ ബീം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? വേരി ചെയ്യാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. സോ വൺ ഓഫ് ദ മേജർ ഡെറിവേഷൻ ആണ് ഈ ഒരു പോർഷന് ഫസ്റ്റ് മൊഡ്യൂളിന് സ്ഥിരം ചോദിക്കുന്ന 1-2 ഡെറിവേഷൻസിൽ ഒന്നാണ് ഇത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരു റെക്ടാങ്കുലർ ക്യാവിറ്റി റെസൊണേറ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണന്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ഈ ക്ലാസ്സിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡെറിവേഷൻ ആണ് ഈ ഒരു മൊഡ്യൂളിൽ. എന്താണ്? how to derive the velocity modulation of a given two cavity Klystron amplifier. Okay, എല്ലാരും ചെയ്തു നോക്കുക, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.